എന്തുകൊണ്ടാണ് ഇത്ര വലിയ അബദ്ധങ്ങൾ അവർക്ക് സംഭവിക്കാൻ സാഹചര്യമുണ്ടായത്? അതിന് കാരണം മറ്റൊന്നുമല്ല, ഇതിനെല്ലാം കാരണം തൗഹീദിൽ പിഴച്ചതാണ്. തൗഹീദിൽ പിഴച്ചതാണ് ഇതിനൊക്കെ കാരണം, വേറൊന്നുമല്ല. ജിന്നു ശൈത്താനെന്നതൊക്കെ കൊടുക്കട്ടെ, അതൊക്കെ നമുക്ക് പറയാം, ഒരു പ്രശ്നമില്ല. പക്ഷേ അതിനപ്പുറത്ത് തൗഹീദിൽ പിഴച്ചു, അവിടെയാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ വന്നത്. കാരണം എന്താ അറിയോ, നമ്മൾ ഇത്രയും കാലം പറഞ്ഞ തൗഹീദ് എന്താണോ അതിനെ നേരെ അട്ടിമറിച്ചു. അത് അട്ടിമറിച്ച് പുതിയൊരു നിർവചനം, പുതിയ നിലപാട് ആ വിഷയത്തിൽ വന്നപ്പോൾ, തൗഹീദിൽ പിഴച്ചപ്പോൾ എല്ലാം അന്ധവിശ്വാസമായി മാറി. ഇതൊക്കെ അന്ധവിശ്വാസം. സിഹിറുണ്ട് അന്ധവിശ്വാസം, കണ്ണരുണ്ട് അന്ധവിശ്വാസം, ഇങ്ങനെ തുടങ്ങിയ സംസം വെള്ളം വരെ, തബറുക്ക് വരെ, നബി തങ്ങളുടെ ആസാറ് വരെ അന്ധവിശ്വാസം. നബിയുടെ മുടി, നബിയുടെ താടി, നബിയുടെ വിയർപ്പ്, അതിനൊക്കെ സവിശേഷ ഹദീസ് സ്ഥിരപ്പെട്ടാണ്. അതൊന്നും നേരത്തെ എണ്ണിട്ടില്ല കേട്ടോ, അതൊന്നും 3751 അതൊക്കെ കൂടാതെയാണ്. അതിലൊക്കെ എത്ര ഹദീസ, അതൊക്കെ ഇവിടെ എണ്ണാൻ തുടങ്ങിയാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കണക്കും വിട്ടുപോകും. ഇതൊക്കെ അന്ധവിശ്വാസമായി മാറി. ഹജറുൽ അസ്വദ് വെറും സാധാരണ കല്ലാണ് എന്നാണ് സലാം സല്ലം എഴുതിയത്. നമ്മൾ കഴിഞ്ഞ വർഷം വായിച്ചിട്ടുണ്ട്. എന്താ ഇതൊക്കെ പറയേണ്ടി വന്നത്? തൗഹീദിന് മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിച്ചു പോകുന്ന ഒരു അസുലുണ്ട്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കഴിവ് അല്ലാഹു തആലക്ക് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കില്ല. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കഴിവ് അല്ലാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അഥവാ ഒരു കാര്യം നടപ്പാക്കണമെങ്കിൽ കാരണവുമായി ബന്ധപ്പെടണം. അതാണ് പടപ്പാളത്. ഇവിടെ പ്രസംഗിക്കണോ, മൈക്ക് ഓണാക്കണം, അതാ കാര്യകാരണ ബന്ധം. ഏത് കാര്യം നടക്കാനും അതിന് കാരണങ്ങൾ ഉണ്ടാകണം. അതാണ് ഏത് പടപ്പിൻ്റെയും സിസ്റ്റം. ഈ സിസ്റ്റം ഉണ്ടാക്കിയതാരാ? അല്ലാഹു തആല. ഈ സിസ്റ്റം ഇല്ലാതെ പ്രവർത്തിക്കാൻ കഴിയുന്നവൻ അല്ലാഹു തആല മാത്രം. അതതിനർത്ഥം. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കഴിവ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? കാരണങ്ങളില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നവൻ അല്ലാഹു തആല മാത്രം. ഒരാണും പെണ്ണും ഇണ ചേർന്നാൽ സന്താനമുണ്ടാകും, കാര്യകാരണമാണ്. ഒരാണും പെണ്ണും ഇണ ചേരാതെ ഒരു കുട്ടിയെ കൊടുക്കാൻ കഴിയുന്നവൻ അല്ലാഹു തആല മാത്രം. അത് കൊടുത്തു മറിയം ബീവിക്ക്. അപ്പം നമ്മളതിന് കറാമത്ത് എന്ന് പറഞ്ഞു. കാരണം എന്താ? അത് കാരണങ്ങളില്ല, കാരണങ്ങൾക്ക് അതീതമായി കാര്യം നടന്നു. ആദം നബിയെ പടച്ചു, ഒരാണും പെണ്ണും ഇല്ലാതെ മണ്ണെന്ന് പടച്ചു. ആ സൃഷ്ടിപ്പ് അത്ഭുതമായി നമ്മൾ പറയുന്നു. അത് കഴിയുന്നവൻ അല്ലാഹു തആല മാത്രം. ആ ആദമിൽ നിന്ന് ഒരു സ്ത്രീ സാന്നിധ്യമില്ലാതെ ഒരാണിൽ നിന്ന് മാത്രം മറ്റു സൃഷ്ടിയെ പഠിച്ചു ഹവ്വാ ബീവിയെ, അതും അത്ഭുതമായി പറയുന്നു. അത് അള്ളാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ. ബാക്കിയെല്ലാം വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ. ഇതാണ് കാര്യകാരണ ബന്ധം. ഈ കാരണങ്ങളൊന്നുമില്ലാതെ കാര്യം ചെയ്യാൻ അള്ളാഹ്ക്ക് മാത്രമേ സാധിക്കുള്ളൂ. ഏത് കാര്യം കുൻ ഫയക്കൂൻ, ഉണ്ടാവട്ടെ, അല്ലാഹു ഉദ്ദേശിച്ചാൽ മതി, അത് ഉണ്ടായിത്തീരും. അതിന് വേറെ വ്യവസ്ഥ ഒന്നും വേണ്ട. ആ കഴിവ് അള്ളാഹ്ക്കേ ഉള്ളൂ. അതുകൊണ്ടാണ് മറിയം ബിബിന് മുമ്പിൽ മലക്ക് വന്നപ്പോൾ ചോദിച്ചു, എനിക്കെങ്ങനെ കുട്ടിയുണ്ടാകും? വലം യംസസ്നീ ബശർ വലം അകു ബഗിയ്യാ. എന്നൊരു പുരുഷനും തൊട്ടിട്ടില്ലല്ലോ, ഞാൻ തെമ്മാടിയുമല്ലല്ലോ. അഥവാ ന്യായമായ വഴിയിൽ ഒരു ഭർത്താവ് സ്പർശിച്ചിട്ടില്ല, ന്യായമല്ലാത്ത വഴിയോടെ സ്പർശിക്കാനോ ഞാൻ തെമ്മാടിയുമല്ല. പിന്നെ എങ്ങനെയാണ് എനിക്ക് സന്താനമുണ്ടാവുക? ഖാല റബ്ബുകി ഹുവ അലയ്യ ഹയ്യിൻ. കണ്ട, ഖാല കദാലികി ഖാല റബ്ബുകി ഹുവ അലയ്യ ഹയ്യിൻ. അതേ കാര്യം നീ പറഞ്ഞ പോലെ തന്നെയാണ്, പുരുഷ സ്പർശനം ഏറ്റിട്ടില്ല. പക്ഷേ ഖാല റബ്ബുകി, നിന്റെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, ഹുവ അലയ്യ ഹയ്യിൻ, എനിക്കത് എളുപ്പമാണ്. കണ്ടോ, എനിക്കത് എളുപ്പമാണ്, നിന്റെ റബ്ബ് പറഞ്ഞിരിക്കുന്നു. സമസ്തകബന്ധ CM മടവൂന് എളുപ്പമാണ്, അവിടെ ഒഴുക്കി വായിച്ചത്. അത് CM മടവൂന് എളുപ്പമാണ്, മൊയ്തീൻ ശൈഖിന് എളുപ്പമാണ്, അത് അമ്പ്യാക്കന്മാർക്ക് പറ്റിയ പണിയാണ്, ഔലിയാക്കന്മാരെ കൊടുത്ത കഴിവാണ് എന്നാണ് ഓല് പറഞ്ഞത്. ഇവര് പറഞ്ഞതോ ജിന്നുമലക്ക് അഭൗതികമാണ്. ഇതതിൻ്റെ അപകടം. ചില മനുഷ്യർ എന്തിനാ എന്തെങ്കിലും ആയിക്കോട്ടെ, ഭൗതികം അഭൗതികം എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തിനാ പറയാൻ പോണു? ഇതാണ് അസുരി.